പത്താമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണത്തിന് നേതൃത്വം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലെ ശ്രീനഗറിൽ. മോദിക്കൊപ്പം ദാൽ തടാക തീരത്തെ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയത് 7000-ലധികം പേർ. യോഗ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് മുതൽക്കൂട്ടാകുമെന്ന് മോദി. മലപ്പുറം വൈലത്തൂരിൽ ഓട്ടോമാറ്റിക് ഗേറ്റിൽ കുടുങ്ങി മരിച്ച 9 വയസ്സുകാരന്റെ മുത്തശ്ശി മരിച്ചു. മുഹമ്മദ് സിനാന്റെ മൃതദേഹം കാണവേ ആസിക്ക് ഹൃദയാഘാതമുണ്ടാവുകയായിരുന്നു. മുഹമ്മദ് സിനാന്റെ സംസ്കാരം ഇന്ന് നടക്കും. പശ്ചിമബംഗാളിലെത്തി മമതയെ കണ്ട് പി ചിദംബരം. കൂടിക്കാഴ്ച സംസ്ഥാന നേതൃത്വം അറിയാതെ, പ്രതിപക്ഷ നേതൃസ്ഥാനം, പാർലമെന്റിലെ സഹകരണം എന്നിവ ചർച്ചയായി. നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങളിൽ പ്രതിഷേധം കടുപ്പിക്കാൻ പ്രതിപക്ഷം. കോൺഗ്രസ് ഇന്ന് പാർലമെന്റ് വളയും. സർവകലാശാല ജില്ലാ തലങ്ങളിൽ പ്രതിഷേധിക്കുവാൻ NSU. ആരോപണങ്ങളിൽ സർക്കാർ മറുപടി പറയണമെന്ന് ABVP. പ്രോടേം സ്പീക്കർ നിയമനത്തിൽ കൊടിക്കുന്നിൽ സുരേഷിനെ തഴഞ്ഞു. പകരം ഭർതൃഹരി മഹ്താബിനെ നിയമിച്ചുത്തരവിറങ്ങി. പ്രതിഷേധവുമായി കോൺഗ്രസ്. 8 തവണ MP ആയ സുരേഷിനെ ഒഴിവാക്കി നിയമിച്ചത് 7 തവണ മാത്രം MP ആയ മഹ്താബിനെ. പതിനെട്ടാം ലോക്സഭയുടെ പ്രോടേം സ്പീക്കറായി ഭർതൃഹരി മഹ്താബിനെ നിയമിച്ചു. കോൺഗ്രസ് നേതാവും മാവേലിക്കര MP-യുമായി കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കുകയായിരുന്നു. ഭർതൃഹരി മഹ്താബിന്റെ നിയമനത്തിന് രാഷ്ട്രപതി ദ്രൗപദി മുർമു അംഗീകാരം നൽകി. പ്രോടേം സ്പീക്കറായി നിയമിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് BJP നേതാവ് ഭർതൃഹരി മെഹ്താബ്. വലിയ ഉത്തരവാദിത്തം തന്നെ ഏൽപ്പിച്ചതിൽ അഭിമാനമുണ്ട്. ഒഡീഷയിൽ നിന്ന് ആരും ഇതുവരെ പ്രോടേം സ്പീക്കർ ആയിട്ടില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രമേശ് ചെന്നിത്തലയ്ക്ക് അതൃപ്തി. UDF യോഗത്തിൽ സംസാരിക്കാൻ ക്ഷണിക്കാത്തതിൽ പ്രതിഷേധം. പ്രതിപക്ഷ നേതാവ് ഒരുക്കിയ വിരുന്നിൽ പങ്കെടുക്കാതെ മടങ്ങി. സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. മലപ്പുറം, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ആലപ്പുഴ, എറണാകുളം, ഇടുക്കിയടക്കം 7 ജില്ലകളിൽ യെല്ലോ അലർട്ട്. ശക്തമായ കാറ്റിന് സാധ്യതയുള്ളതിനാൽ മലയോര മേഖലയിലേക്കുള്ള യാത്രക്കാർ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശം. ആനസവാരി കേന്ദ്രത്തിൽ ആന 2ാം പാപ്പാനെ ചവിട്ടിക്കൊന്നു. ഇടുക്കി അടിമാലിക്ക് സമീപം 60-ാം മൈലിൽ പ്രവർത്തിക്കുന്ന ആനസവാരി കേന്ദ്രത്തിലാണ് സംഭവം. കൊല്ലപ്പെട്ടത് കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണൻ. ആക്രമണത്തിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. തമിഴ്നാട്ടിലെ കള്ളക്കുറിച്ചി വ്യാജമദ്യ ദുരന്തത്തിൽ മുഖ്യപ്രതി അറസ്റ്റിലായത് ചിന്നതുരൈ. വ്യാജമദ്യം തയ്യാറാക്കി വിവിധ ഇടങ്ങളിൽ വിതരണം ചെയ്തു. മരണസംഖ്യ ഉയരുകയാണ്. മരിച്ചത് 5 സ്ത്രീകളടക്കം 42 പേർ. 90-ലധികം പേർ ചികിത്സയിൽ. 14 പേരുടെ നില ഗുരുതരം. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷത്തിന്റെ സഹായം നൽകാൻ തമിഴ്നാട് സർക്കാർ. കള്ളാക്കുറിച്ചി സന്ദർശിച്ച് മുഖ്യമന്ത്രി MK സ്റ്റാലിനും മന്ത്രി ഉദയനിധി സ്റ്റാലിനും. കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ അർജന്റീനയ്ക്ക് വിജയത്തുടക്കം. കാനഡയെ പരാജയപ്പെടുത്തിയത് എതിരില്ലാത്ത 2 ഗോളുകൾക്ക്. ഗോൾ വല കുലുക്കി ജൂലിയൻ അൽവാരാസും ലൗട്ടോറോ മാർട്ടിനസും. 2ാം ഗോളിന് വഴിയൊരുക്കി നായകൻ ലയണൽ മെസ്സി. കേസിൽ മുഖ്യപ്രതി അറസ്റ്റിൽ. വ്യാജമദ്യം തയ്യാറാക്കി വിവിധയിടങ്ങളിൽ വിതരണം ചെയ്ത ചിന്നതുരയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ മുൻപും സമാന കേസിൽ പ്രതിയായിരുന്നുവെന്നും പോലീസ് വ്യക്തമാക്കി.
കേസിലെ ഇഡിയുടെ നടപടി ചോദ്യം ചെയ്തുള്ള CMRLന്റെ ഹർജി ഇന്ന് ഹൈക്കോടതി പരിഗണനയിൽ. ഇഡി സമൻസ് ചോദ്യം ചെയ്ത് ഹർജി നൽകിയത് CMRL MD SN ശശിധരൻ കർത്തിയും 3 ഉദ്യോഗസ്ഥരും. ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങളുള്ളതിനാൽ ഇഡി ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവാക്കണമെന്നത് ഹർജിയിലെ പ്രധാന ആവശ്യങ്ങളിലൊന്ന്. ഡോക്ടർ വന്ദനാദാസ് കൊലപാതക കേസിൽ പ്രതി സന്ദീപിന്റെ ഹർജി ഇന്ന് ഹൈക്കോടതിയിൽ. വിചാരണയിൽ നിന്ന് ഒഴിവാക്കണമെന്ന ആവശ്യം കുറ്റപത്രം വായിച്ചു കേൾപ്പിക്കുന്നത് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തടഞ്ഞിരുന്നു. ശബരിമല വിമാനത്താവളത്തിനായി ചെറുവള്ളി എസ്റ്റേറ്റ് ഏറ്റെടുക്കുന്നതിനായി പുറപ്പെടുവിച്ച വിജ്ഞാപനം പിൻവലിക്കുമെന്ന് ഹൈക്കോടതി അറിയിച്ച സർക്കാർ. ഭൂമി ഏറ്റെടുക്കുന്നതിനായി പുതിയ വിജ്ഞാപനം പുറത്തിറക്കും. സാമൂഹിക ആഘാത പഠനമടക്കം പുതിയ ഏജൻസിയെ കൊണ്ട് നടത്തിക്കുമെന്നും സർക്കാർ. സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് ഹൈക്കോടതി. കേസുകളുടെ നടത്തിപ്പിൽ സർക്കാരിന് ഉദാസീനതയെന്ന വിമർശനം. ഹൈക്കോടതിയോട് സർക്കാർ അനാദരവ് കാണിക്കുന്നു. കേസുകൾ നീട്ടിവെക്കാൻ തുടർച്ചയായി ആവശ്യപ്പെടുകയാണെന്നും കുറ്റപ്പെടുത്തൽ. വിമർശനം മൂവാറ്റുപുഴ എറണാകുളം പാതയുടെ ദേശാത്സ്കരണവുമായി ബന്ധപ്പെട്ട കേസിൽ. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് CPM-മായി ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് AV ഗോപിനാഥ്. കോൺഗ്രസിനെതിരെ മത്സരിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല. തന്റെ പിന്തുണ CPM-നായിരിക്കുമെന്നും പാലക്കാട് എല്ലാവർക്കും സാധ്യതയുണ്ടെന്നും AV ഗോപിനാഥ്. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറുടെ ആത്മഹത്യയിൽ ആൺസുഹൃത്ത് ബിനോയ്ക്കെതിരെ കൂടുതൽ തെളിവുകൾ പുറത്ത്. പെൺകുട്ടിയെ നിർബന്ധിച്ച് ബിനോയ് ഗർഭചിത്രം നടത്തി. ഗർഭചിത്രത്തിന് ശേഷവും പീഡിപ്പിച്ചു. പെൺകുട്ടിക്കെതിരായ സൈബർ ആക്രമണത്തിന് പിന്നിൽ ബിനോയ് എന്നും പോലീസ്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ പ്രതിക്ക് ശിക്ഷ വിധിച്ച കോടതി. കൊല്ലം സ്വദേശി അഖിലിനെയാണ് കോടതി ശിക്ഷിച്ചത്. പ്രതിക്ക് 16 വർഷവും 9 മാസവും കഠിന തടവിന് വിധിച്ചു. അടൂർ അതിവേഗ സ്പെഷ്യൽ ജഡ്ജ് മഞ്ജിത്താണ് ശിക്ഷ വിധിച്ചത്. പത്തനംതിട്ട ഏനാത്തിലാണ് കേസിനാസ്പദമായ സംഭവം. KSRTC ജീവനക്കാർക്ക് ഒറ്റത്തവണയായി ശമ്പളം നൽകാൻ സർക്കാർ തീരുമാനം മുഖ്യമന്ത്രി വിളിച്ചു ചേർത്ത യോഗത്തിൽ. പ്രതിമാസ ശമ്പളം ഒറ്റത്തവണയായി കൊടുക്കാനുള്ള ക്രമീകരണം KSRTC ഉണ്ടാക്കും. ഇതിനാവശ്യമായ പിന്തുണ സർക്കാർ നൽകുമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. ഗതാഗത ധനകാര്യ വകുപ്പ് മന്ത്രിമാരും യോഗത്തിൽ പങ്കെടുത്തു. തൃശൂർ അതിരപ്പള്ളിയിൽ കാട്ടാന ആക്രമണത്തിൽ യുവാവിന് പരിക്കേറ്റത് അടച്ചിൽ തൊട്ടിയൂര് നിവാസി മുരുകസ്വാമിക്ക്. ഊരിലേക്ക് പോകുന്നതിനിടെയാണ് ആനയുടെ ആക്രമണം ഉണ്ടായത്. രക്ഷപ്പെടാൻ പാറയുടെ മുകളിൽ നിന്ന് ചാടിയ മുരുകസ്വാമിയുടെ ഇടത് കാലിന് പൊട്ടലേറ്റു. അതിരപ്പള്ളി മേഖലയിൽ കണ്ടുവരുന്ന കബാലി എന്ന കാട്ടാനയാണ് മുരുകസ്വാമി ആക്രമിച്ചത്. തൃശൂർ പാലപ്പിള്ളിയിൽ വീണ്ടും കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങി. തുടർച്ചയായ 2ാം ദിവസമാണ് ആനകൾ റോഡിലിറങ്ങിയത്. പ്രദേശത്ത് കാട്ടാനക്കൂട്ടം ഗതാഗത തടസ്സമുണ്ടാക്കുന്നത് പതിവായിരിക്കുകയാണ്. വനപാലകർ കാര്യക്ഷമമായി ഇടപെടുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം. ആനകളെ കാണാനും ഫോട്ടോ എടുക്കാനും യാത്രക്കാർ വാഹനം നിർത്തുന്നത് അപകട സാഹചര്യങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. കേണിച്ചിറ എടക്കാട് കടുവ പശുവിനെ കൊന്നു. തെക്കേ പുന്നാപ്പള്ളിയിൽ വർഗീസിന്റെ പശുവിനെയാണ് കടുവ കൊന്നത്. തോട്ടത്തിൽ കെട്ടിയിരുന്ന പശുവിനെ അഴിക്കുവാൻ വന്നപ്പോഴാണ് കടുവ പശുവിനെ ആക്രമിക്കുന്നത് കണ്ടത്. ബഹളം വച്ചതോടെ കടുവ സമീപത്തെ തോട്ടിലേക്ക് ഓടിമറഞ്ഞു. അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഹരിദ്വാറിൽ യോഗ അവതരിപ്പിച്ച് യോഗ ഗുരു രാംദേവ്. രാംദേവിനൊപ്പം യോഗ ചെയ്ത് പതഞ്ജലി MD ആചാര്യ ബാലകൃഷ്ണൻ. പരിപാടിയിൽ പങ്കെടുത്തത് കുട്ടികളടക്കം നിരവധി പേർ.
മദ്യനയ അഴിമതി കേസിൽ ജയിലിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം അനുവദിച്ച റോസ് അവന്യൂ കോടതി. ജാമ്യത്തുകയായി കെട്ടിവെക്കേണ്ടത് 1 ലക്ഷം രൂപ. ജാമ്യം നൽകിയത് കെജ്രിവാൾ അറസ്റ്റിലായി നാളേക്ക് 3 മാസം തികയുമ്പോൾ. ജാമ്യം നൽകിയ ഉത്തരവ് റദ്ദാക്കണമെന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ആവശ്യം കോടതി തള്ളി. ഇന്നലെ നടന്ന UGC നെറ്റ് പരീക്ഷ റദ്ദാക്കിയതിന് പിന്നാലെ പുതിയ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. പരീക്ഷ റദ്ദാക്കിയത് ചോദ്യങ്ങൾ ചോർന്നെന്ന സംശയത്തെ തുടർന്ന്. പരീക്ഷയിൽ പങ്കെടുത്തത് 9 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ. സംഭവത്തെക്കുറിച്ച് CBI അന്വേഷിക്കുമെന്നും പുതിയ പരീക്ഷാ തീയതി ഉടൻ പുറത്തുവിടുമെന്നും കേന്ദ്ര സർക്കാർ. നീറ്റ് പരീക്ഷാ വിവാദത്തിൽ ബീഹാറിൽ നിന്ന് 4 വിദ്യാർത്ഥികൾ കൂടി അറസ്റ്റിൽ. പരീക്ഷയുടെ തലേദിവസം ചോദ്യപേപ്പറുകളും ഉത്തരങ്ങളും ലഭിച്ചതായി മൊഴി. ചോദ്യപേപ്പറുകൾ ലഭിച്ചത് അടുത്ത ബന്ധുക്കൾ വഴിയെന്ന വിദ്യാർത്ഥികൾ. വിഷയത്തിൽ ബീഹാറിൽ മാത്രം അറസ്റ്റിലായത് 17 പേർ. NTA നടത്തിയ പരീക്ഷകളിലെ ക്രമക്കേട് പരിശോധിക്കാൻ ഉന്നതതല കമ്മിറ്റി രൂപീകരിക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. രാഷ്ട്രീയ തർക്കങ്ങളെക്കാൾ പ്രധാനം വിദ്യാർത്ഥികളുടെ ഭാവിയാണ്. അത് പരിഹരിക്കാനുള്ള നടപടികൾക്ക് മുൻഗണന നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു. ക്രമക്കേട് നടത്തിയത് ആരാണെങ്കിലും ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും ധർമ്മേന്ദ്ര പ്രധാൻ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയ്ക്ക് പിന്നിൽ കേന്ദ്ര സർക്കാരെന്ന രാഹുൽ ഗാന്ധി. പേപ്പർ ലീക്ക് സർക്കാരെന്ന വിമർശനം. 7 വർഷത്തിനിടെ 70 പരീക്ഷകളുടെ പേപ്പറുകൾ ചോർന്നു. പ്രധാനമന്ത്രിക്ക് തടയാനാകുന്നില്ല. ഇന്ത്യൻ വിദ്യാഭ്യാസത്തെ RSS ഇകഴ്ത്തുന്നുവെന്നും രാഹുൽ. ജമ്മു കാശ്മീരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉടൻ നടക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാന പദവി പുനഃസ്ഥാപിക്കാനുള്ള പദ്ധതികൾ നടക്കുന്നുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയെ DPAP സ്വാഗതം ചെയ്തു. കള്ളക്കുറിച്ചി മദ്യ ദുരന്തത്തിൽ CBI അന്വേഷണം വേണമെന്ന് തമിഴ്നാട് BJP അധ്യക്ഷൻ അണ്ണാമലൈ. സംഭവത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തയച്ചതായി അണ്ണാമലൈ പറഞ്ഞു. ദുരന്തത്തിൽ സർക്കാരിന് പങ്കുണ്ട്. DMKയും മദ്യവിൽപ്പനക്കാരും തമ്മിലുള്ള ഒത്തുകളിയാണ് ദുരന്തത്തിലേക്ക് നയിച്ചതെന്നും അണ്ണാമലൈ ആരോപിച്ചു. അരവിന്ദ് കെജ്രിവാളിന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാൻ BJP ശ്രമിച്ചെന്ന ആരോപണവുമായി ആം ആദ്മി രംഗത്ത്. BJP കെട്ടിച്ചമച്ച കേസാണിതെന്ന് തെളിഞ്ഞെന്നും AAP അഭിഭാഷകൻ സഞ്ജീവ് നസിയാർ. ഇന്നലെയാണ് മദ്യനയ അഴിമതി കേസിൽ കെജ്രിവാളിന് ഡൽഹി കോടതി ജാമ്യം അനുവദിച്ചത്. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 90 സീറ്റിലും ജയിക്കുമെന്ന കോൺഗ്രസ് നേതാവ് രാജ് ബബ്ബർ. അതിനായുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുവാൻ പാർട്ടി തന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിനായുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നതായും ബബ്ബർ പറഞ്ഞു. 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 31 സീറ്റുകളാണ് കോൺഗ്രസ് നേടിയത്. പതിനാലിനം വിളകൾക്ക് താങ്ങുവില വർദ്ധിപ്പിച്ചു കേന്ദ്ര സർക്കാർ. നെല്ലിന്റെ അടക്കം താങ്ങുവിലയിൽ വർധനവുണ്ടായിട്ടുണ്ട്. നെല്ലിന്റെ താങ്ങുവില ക്വിന്റലിന് 2300 രൂപയായി ഉയരും. നടപടി കേന്ദ്ര ക്യാബിനറ്റ് യോഗത്തിൽ. തീരുമാനം 3 സംസ്ഥാനങ്ങളിലേക്ക് നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ. ചുട്ടുപഴുത്ത് ഡൽഹി. 24 മണിക്കൂറിനിടെ സൂര്യാഘാതമേറ്റ് മരിച്ചത് 17 പേർ. മരിച്ചത് RML, സഫ്ദർജംഗ് ആശുപത്രികളിൽ ചികിത്സയിൽ കഴിഞ്ഞവർ. കഴിഞ്ഞ 48 മണിക്കൂറിനിടെ ഡൽഹിയുടെ പല ഭാഗങ്ങളായി കണ്ടെത്തിയത് 50 പേരുടെ മൃതദേഹം. ഇവർ മരിച്ചത് ഉഷ്ണതരംഗത്തിലാണോ എന്ന് സ്ഥിരീകരിക്കാതെ പോലീസും ആരോഗ്യവകുപ്പും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിന് ലഭിച്ച വിജയം ജനങ്ങളുടെ വികാരമാണെന്ന് NCP നേതാവ് ശരത് പവാർ. വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും വിജയം ആവർത്തിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വർഷം ഒക്ടോബറിലാണ് മഹാരാഷ്ട്രയിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്.
മോദി സർക്കാരിന് കീഴിൽ ചോദ്യപേപ്പർ ചോർച്ച പതിവ് കാര്യമായി മാറിയെന്ന് കോൺഗ്രസ്. ക്രമക്കേടുകളുടെ ഉത്തരവാദിത്തം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഏറ്റെടുക്കണമെന്ന കോൺഗ്രസ് MP മാണിക്യം ടാഗോർ. പാർലമെന്റിൽ ഈ വിഷയം ഉന്നയിച്ച് യുവാക്കൾക്ക് വേണ്ടി കോൺഗ്രസ് പോരാടുമെന്നും മാണിക്യം ടാഗോർ പറഞ്ഞു. കയ്യേറ്റ നോട്ടീസിനെതിരെ ഗുജറാത്ത് ഹൈക്കോടതിയെ സമീപിച്ച് തൃണമൂൽ കോൺഗ്രസ് MP യൂസഫ് പഠാൻ. വഡോദര മുൻ BJP കൗൺസിലർ വിജയ് പവാറാണ് പഠാനെതിരെ ആരോപണവുമായി രംഗത്തെത്തിയത്. യൂസഫ് പഠാൻ വീടിനോട് ചേർന്നുള്ള സ്ഥലം അനധികൃതമായി കൈവശപ്പെടുത്തിയെന്നതാണ് ആരോപണം. ജോലി ചെയ്യുന്ന കമ്പനിക്കെതിരെ സ്വകാര്യ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചതിന്റെ പേരിൽ ജീവനക്കാരനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കാനാവില്ലെന്ന് ഹൈക്കോടതി. സംഭവം ജോലി ചെയ്യുന്ന ഫാക്ടറിയിലെ സുരക്ഷ സംബന്ധിച്ച് ജീവനക്കാരൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ സന്ദേശം അയച്ചതിന് കമ്പനി നടപടി സ്വീകരിച്ചതോടെ നടപടി മൗലികാവകാശത്തിന്റെ ലംഘനമാണെന്ന് കോടതി വിലയിരുത്തൽ. നീറ്റ് പേപ്പർ ചോർച്ചയിൽ RJD നേതാവ് തേജസ്വി യാദവിന്റെ സഹായിക്ക് ബന്ധമുണ്ടെന്ന് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയ് കുമാർ സിൻഹ. കേസിൽ അറസ്റ്റിലായ സിക്കന്ദർ യാദവേന്ദു തേജസ്വിയുടെ പേഴ്സണൽ സെക്രട്ടറിയുടെ അടുത്ത ബന്ധുവാണെന്നും വിജയ് കുമാർ സിൻഹ. RJDയുടെ മുഴുവൻ സംവിധാനവും കുറ്റകൃത്യത്തിലും അഴിമതിയിലും അധിഷ്ഠിതമാണെന്നും സിൻഹ. ബീഹാറിലെ പിന്നോക്ക സംവരണം ഉയർത്തുവാനുള്ള തീരുമാനം റദ്ദാക്കി ഹൈക്കോടതി. പട്ന ഹൈക്കോടതി റദ്ദാക്കിയത് 50% നിന്ന് 65% ഉയർത്തുവാനുള്ള തീരുമാനം. 2023 ബീഹാർ അസംബ്ലി പാസാക്കിയ ഭേദഗതികൾ ഭരണഘടനയുടെ അധികാരങ്ങൾക്കപ്പുറം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15, 16 പ്രകാരമുള്ള തുല്യതാ വ്യവസ്ഥകൾ ലംഘിക്കുന്നുവെന്നും ചൂണ്ടിക്കാട്ടി ഡിവിഷൻ ബെഞ്ച്. എതിരില്ലാതെ ഒഡീഷ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട മുതിർന്ന BJP നേതാവ് സുരമാ പട്ടി നിയമസഭയുടെ പ്രത്യേക സമ്മേളനത്തിൽ ചുമതല കൈമാറി പ്രോടേം സ്പീക്കർ RP സ്വൈൻ. സുരമാ പട്ടി BJDയുടെ പ്രമീള മല്ലിക്കിന് ശേഷം ഒഡീഷ നിയമസഭാ സ്പീക്കറാകുന്ന രണ്ടാമത്തെ വനിതയാണ്. ഇന്ത്യൻ മരുന്നിന്റെ വിൽപ്പനയും വിതരണവും നിരോധിച്ച് നേപ്പാൾ സർക്കാർ. നേപ്പാൾ ഡ്രഗ് കൺട്രോൾ ബോർഡ് താൽക്കാലികമായി നിർത്തിവെച്ചത് ബയോടാക്സ് 1 ഗ്രാം എന്ന ആന്റിബയോട്ടിക് കുത്തിവയ്പിന്റെ വിൽപ്പനയും വിതരണവും. മരുന്ന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് കണ്ടെത്തിയതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം. അന്വേഷണം പൂർത്തിയാകുന്ന മുറയ്ക്ക് തുടർ നടപടികളെക്കുറിച്ചുള്ള തീരുമാനങ്ങൾ കൈക്കൊള്ളുമെന്ന് ഔദ്യോഗിക വക്താവ്. ഹിന്ദു സംസ്കാരത്തെയും രാമനെയും അധിക്ഷേപിച്ചെന്ന കണ്ടെത്തലിൽ വിദ്യാർത്ഥികൾക്ക് 1.2 ലക്ഷം രൂപ പിഴയിട്ട് ബോംബെ IIT. പിഴ ചുമത്തിയത് 8 വിദ്യാർത്ഥികൾക്ക്. വിവാദമായത് റാഹോവൻ എന്ന പേരിൽ രാമായണത്തെ ആസ്പദമാക്കി IITയുടെ ആർട്സ് ഫെസ്റ്റിൽ തയ്യാറാക്കിയ നാടകം. വന്ദേ ഭാരതിലെ ഭക്ഷണത്തിൽ ചത്ത പാറ്റയെ കണ്ടെത്തിയതായി പരാതി. സംഭവം വന്ദേ ഭാരത് എക്സ്പ്രസിൽ ഭോപ്പാലിൽ നിന്ന് ആഗ്രയിലേക്കുള്ള യാത്രക്കിടെ. ഭക്ഷണത്തിൽ നിന്ന് പാറ്റയെ കിട്ടിയതിന്റെ ദൃശ്യങ്ങൾ എക്സിൽ പ്രചരിച്ചതിന് പിന്നാലെ ക്ഷമാപണം നടത്തി ഇന്ത്യൻ റെയിൽവേ. കർണാടകയിൽ പീഡന ശ്രമം എതിർത്തതിന്റെ വിരോധത്തിൽ മാതൃസഹോദരിയെ കൊലപ്പെടുത്തി 10ാം ക്ലാസ്സുകാരൻ. യുവതി ഉറങ്ങിക്കിടന്നപ്പോൾ പീഡിപ്പിക്കാൻ ശ്രമം. സംഭവത്തിൽ ആൺകുട്ടിയെ ശകാരിക്കുകയും ഉപദേശിക്കുകയും ചെയ്ത യുവതി. കൊലപാതകം പീഡന ശ്രമം പുറത്തറിയുമെന്ന ഭയത്തിൽ. ഇൻസ്റ്റഗ്രാമിൽ റീലിടാൻ ജീവൻ പണയപ്പെടുത്തി ചെയ്ത വീഡിയോ വൈറലാകുന്നു. ദൃശ്യങ്ങളിൽ കാണുന്നത് 100 അടി ഉയരത്തിലുള്ള ബഹുനില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് യുവാവിന്റെ കൈബലത്തിൽ താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന പെൺകുട്ടിയെ. സാഹസികം ഗ്രിപ്പ് ശക്തി പരിശോധിക്കാനെന്ന പേരിൽ. സംഭവം പൂനെയിലാണ്. വീഡിയോയിലുള്ളവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് സോഷ്യൽ മീഡിയ. തോക്ക് ചൂണ്ടി വനിതാ കോൺസ്റ്റബിളിനെ ബലാത്സംഗം ചെയ്തു. തെലങ്കാന പോലീസിലെ SI ഭവാനി സുനിനെ അറസ്റ്റ് ചെയ്ത് പിരിച്ചുവിട്ടു.
SIക്കെതിരെ കടുത്ത നടപടിയെടുത്ത് വനിതാ കോൺസ്റ്റബിളിന്റെ ആരോപണം സ്ഥിരീകരിച്ചതോടെ ബലാത്സംഗത്തിന് മുൻപ് SI സർവീസ് റിവോൾവർ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ആരോടെങ്കിലും പറഞ്ഞാൽ ഗുരുതര പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് പറഞ്ഞതായും വനിതാ കോൺസ്റ്റബിൾ. ദീർഘദൂര ട്രെയിനുകളിൽ നിന്നും ജനറൽ കമ്പാർട്ട്മെന്റുകൾ വെട്ടിക്കുറച്ചതിൽ പ്രതിഷേധിച്ച് ചെയ്ത വീഡിയോ വൈറൽ. റീല് പങ്കുവച്ചത് പ്രതീക് പട്ടേൽ എന്ന എക്സ് ഉപയോക്താവ്. 40 ഡിഗ്രി ചൂടിൽ ട്രെയിനിന്റെ ബാത്റൂമിൽ വരെ 10 പേർ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നതായി യുവാക്കളുടെ പ്രതികരണം. റെയിൽവേ മന്ത്രി അയ്യോ സോറി റീൽ മന്ത്രി, ഈ റീൽ നിങ്ങളുടെ അടുത്ത് എത്തിയില്ലേ എന്ന് ആക്ഷേപം. दोस्तों 40 डिग्री टेम्परेचर है और ट्रेन का भीड़ देख लीजिए कुछ इस प्रकार का है और ट्रेन के बाथरूम में देखिए कितने सारे लोग सफ़र कर रहे हैं। और ये है जनसेवा एक्सप्रेस जो सहरसा से चलती है अमृतसर के पंजाब तक जाती है। क्या भैया कैसा लग रहा है? पूर्णिया से आ रही है और बाथरूम में कितने लोग हैं बैठे हुए? 10 लोग। നാടുകടത്തൽ ഭീഷണി നേരിടുന്ന കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ നിരാഹാര സമരം പുനരാരംഭിച്ചു. നിരാഹാര സമരത്തിന് അടിസ്ഥാനം കാനഡയിലെ പ്രിൻസ് എഡ്വേർഡ് ഐലൻഡിലെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ വന്ന മാറ്റം. സമരത്തിലായിരുന്ന നിരവധി ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ആരോഗ്യനില വഷളായതിനെ തുടർന്ന് നിരാഹാര സമരം മുൻപ് പിൻവലിച്ചിരുന്നു. കന്നഡ ഭാഷയും ഭൂമിയും വെള്ളവും സംരക്ഷിക്കേണ്ടത് ഓരോ കന്നഡികന്റെയും ഉത്തരവാദിത്വമാണെന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. കന്നഡയല്ലാതെ മറ്റൊരു ഭാഷയും സംസാരിക്കില്ലെന്ന് പ്രതിജ്ഞയെടുക്കണം. കർണാടകയിൽ എത്തുന്നവരും ഭാഷ പഠിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. മാതൃഭാഷ സംസാരിക്കുന്നത് അഭിമാനകരമാണെന്നും സിദ്ധരാമയ്യ. ഒരു ദിവസത്തെ ശ്രീലങ്കൻ പര്യടനം പൂർത്തിയാക്കി വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ശ്രീലങ്ക ഇന്ത്യയുടെ സൗഹൃദ സുഹൃത്തും ആശ്രയിക്കാവുന്ന പങ്കാളിയുമാണെന്ന് S. ജയശങ്കർ പറഞ്ഞു. എക്സിലൂടെയാണ് മന്ത്രി ശ്രീലങ്ക സന്ദർശന വീഡിയോ പങ്കുവച്ചത്. ഫോഴ്സ് ഗൂർഖയുടെ 2024 പുത്തൻ പതിപ്പുകളുടെ വിൽപ്പന ആരംഭിച്ച് ഫോഴ്സ് മോട്ടോഴ്സ്. 3 ഡോർ മോഡലിന് 16.75 ലക്ഷം രൂപയും 5 ഡോർ മോഡലിന് 18 ലക്ഷം രൂപയുമാണ് എക്സ് ഷോറൂം വില. ഇന്ത്യൻ വിപണിയിൽ ഗൂർഖ മത്സരിക്കുന്നത് മഹീന്ദ്ര ഥാർ, മാരുതി ജിംനി എന്നിവയുമായി. പാകിസ്ഥാനിലെ ഫൈസലാബാദിലുള്ള ഷരീഫ്പൂരിൽ ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ചുണ്ടായ അപകടത്തിൽ 6ഉം 9ഉം വയസ്സുള്ള 2 കുട്ടികൾ മരിച്ചു. 7 പേർക്ക് പരിക്കേറ്റു. 2 സ്ത്രീകളും 5 കുട്ടികളും ഉൾപ്പെടെ ഗുരുതരമായി പൊള്ളലേറ്റ 9 പേർ ചികിത്സയിലാണ്. അപകടമുണ്ടായത് ചാർജ് ചെയ്യുന്നതിനായി ഇട്ടിരുന്ന ലാപ്ടോപ്പ് പൊട്ടിത്തെറിച്ച് തീ പടർന്നതിനെ തുടർന്ന്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽപ്പെട്ട സ്റ്റോൺ ഹെഞ്ചിൽ ഓറഞ്ച് കളർ സ്പ്രേ ചെയ്തു. ഇന്ത്യൻ വംശജരടക്കം 2 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. അറസ്റ്റ് ചെയ്തത് UK പോലീസ്. അറസ്റ്റിലായത് 73-കാരനായ പരിസ്ഥിതി പ്രവർത്തകൻ രാജൻ നായിഡു. പ്രതിഷേധത്തിന് പിന്നിൽ 2030ഓടെ ഫോസിൽ ഇന്ധനങ്ങൾ ഘട്ടം ഘട്ടമായി നിർത്തലാക്കാൻ അടുത്ത ബ്രിട്ടീഷ് സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യമുന്നയിച്ചു. US സൈനികന് 4 വർഷത്തോളം തടവ് ശിക്ഷ വിധിച്ച് റഷ്യൻ കോടതി. തടവ് ശിക്ഷ കാമുകിയുടെ പേഴ്സിൽ നിന്ന് പണമെടുക്കുകയും വധഭീഷണി മുഴക്കുകയും ചെയ്ത ഗോർഡൻ ബ്ലാക്ക് എന്ന US സൈനികന്. ദക്ഷിണ കൊറിയയിൽ വെച്ച് പ്രണയത്തിലായ അലക്സാൻഡ്ര വാഷ്ചുക് എന്ന റഷ്യൻ യുവതിയിൽ നിന്നാണ് ഗോർഡൻ ബ്ലാക്ക് $113 കവർന്നത്. കോടതി സൈനികന് ശിക്ഷ വിധിച്ചത് പോലീസ് പിടിയിലായതിന് പിന്നാലെ. ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിനിടെ കുറഞ്ഞത് 90 ഇന്ത്യൻ പൗരന്മാരെങ്കിലും മരിച്ചതായി റിപ്പോർട്ട്. തീർത്ഥാടകർക്ക് വെല്ലുവിളിയായത് കടുത്ത ചൂടാണ്. നിരവധി ഇന്ത്യക്കാരെ കാണാതായതായും റിപ്പോർട്ടുണ്ട്. സമീപ ദശകങ്ങളിലെ ഏറ്റവും ഉയർന്ന താപനിലയായ 50 ഡിഗ്രി സെൽഷ്യസ് ഈ വർഷത്തെ തീർത്ഥാടന കാലത്ത് കടന്നിരുന്നു. ആശ്രിത വിസയിൽ നിബന്ധന കടുപ്പിച്ച് UAE ഡിജിറ്റൽ ഗവൺമെന്റ്. പുതിയ നിബന്ധന 5 ബന്ധുക്കളെ താമസ വിസയിൽ കൊണ്ടുവരാൻ കുറഞ്ഞത് 10,000 ദിർഹം ശമ്പളവും
താമസ സൗകര്യവും ഉണ്ടായിരിക്കണമെന്നത്. ആറാമതൊരാളെ കൂടി സ്പോൺസർ ചെയ്യണമെങ്കിൽ ശമ്പളം 15,000 ദിർഹം ഉണ്ടാകണമെന്നും നിബന്ധന. പുതിയ നിയമം എന്ന് പ്രാബല്യത്തിലാകുമെന്ന് വ്യക്തമല്ല. ബലിപ്പെരുന്നാൾ അവധി ദിവസങ്ങളിൽ ദുബായിലെ പൊതുഗതാഗതം ഉപയോഗിച്ചത് 67 ലക്ഷത്തിലേറെ പേരെന്ന ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി. കഴിഞ്ഞ വർഷത്തെ ബലിപ്പെരുന്നാൾ അവധിക്കാലത്ത് ഇത് 64 ലക്ഷമായിരുന്നു. വൈവിധ്യമാർന്ന ഗതാഗത സംവിധാനങ്ങളാണ് അവധിക്കാലത്തേക്കായി RTA ഒരുക്കിയത്. ഡച്ച് പ്രധാനമന്ത്രി മാർക്ക് റുട്ടെ നാറ്റോ സെക്രട്ടറി ജനറലാകും. റൊമാനിയൻ പ്രസിഡന്റ് ക്ലോസ് ഇയാഹോനിസ് മത്സരത്തിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെയാണ് റൂട്ടയ്ക്ക് വഴിതെളിഞ്ഞത്. ഈ വർഷം സ്ഥാനമൊഴിയുന്ന ജെൻസ് സ്റ്റോൾട്ടൻബർഗിന് പിൻഗാമിയായാണ് മാർക്ക് റുട്ടെ എത്തുന്നത്. യൂറോ കപ്പിൽ സ്പെയിൻ പ്രീ ക്വാർട്ടറിൽ സൂപ്പർ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറ്റലി തോൽപ്പിച്ചു. ജയം എതിരില്ലാത്ത ഒറ്റ ഗോളിന്. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച ഡെൻമാർക്ക്. യൂറോ കപ്പിൽ ഇംഗ്ലണ്ടിന് തിരിച്ചടി. ഇംഗ്ലണ്ടിനെ സമനിലയിൽ തളച്ച് ഡെൻമാർക്ക്. ഇരു ടീമിനും ഓരോ ഗോൾ വീതം. ഇംഗ്ലണ്ടിനായി ഹാരി കെയ്നും ഡെൻമാർക്കിനായി മോർട്ടൻ ഹുൽമാൻഡും ഗോൾ നേടി. യൂറോ കപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. നോക്കൌട്ട് ഉറപ്പിക്കാൻ ഫ്രാൻസും നെതർലൻഡ്സും നേർക്കുനേർ. മത്സരം രാത്രി 12:30. പോളണ്ട് ഓസ്ട്രിയയും സ്ലോവാക്യ യുക്രൈനെയും നേരിടും. T20 ലോകകപ്പ് സൂപ്പർ 8-ൽ ജയത്തോടെ തുടങ്ങി ഇന്ത്യ. അഫ്ഗാനിസ്ഥാനെ 47 റൺസിന് തോൽപ്പിച്ചു. ഇന്ത്യയുടെ 181 റൺസ് പിന്തുടർന്ന അഫ്ഗാൻ 134-ന് പുറത്ത്. അർദ്ധ സെഞ്ചുറി നേടിയ സൂര്യകുമാർ യാദവ് കളിയിലെ താരം. T20 ലോകകപ്പിൽ ഇന്ന് സൂപ്പർ പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ നേരിടും. മത്സരം രാത്രി 8-ന്. സൂപ്പർ 8-ൽ ദക്ഷിണാഫ്രിക്ക അമേരിക്കയും ഇംഗ്ലണ്ട് വെസ്റ്റ് ഇൻഡീസിനെയും കീഴടക്കിയിരുന്നു. ATP ടെന്നീസിൽ ലോക 1-ാം നമ്പർ താരം കാർലോസ് അൽക്കറാസിന് തിരിച്ചടി. ക്വീൻസ് ക്ലബ് ചാമ്പ്യൻഷിപ്പിൽ 2-ാം റൗണ്ടിൽ തോറ്റുപുറത്ത്. നിലവിൽ ചാമ്പ്യനായ അൽക്കറാസിന്റെ തോൽവി നേരിട്ടുള്ള സെറ്റുകൾക്ക്. സ്കോർ 7-6, 6-3. ഫിഫ റാങ്കിങ്ങിൽ ഇന്ത്യക്ക് വീണ്ടും തിരിച്ചടി. 121-ൽ നിന്ന് 124-ലേക്ക് റാങ്കിലേക്ക് വീണു. 2017-ന് ശേഷം ഇന്ത്യയുടെ ഏറ്റവും മോശം റാങ്ക്. തിരിച്ചടി ലോകകപ്പ് യോഗ്യതാ മത്സരത്തിൽ തോറ്റതിന് പിന്നാലെ. മ്യാൻമറിനെതിരായ സൗഹൃദ മത്സരങ്ങൾക്കൊരുങ്ങി ഇന്ത്യൻ വനിതാ ഫുട്ബോൾ ടീം. ജൂൺ 26 മുതൽ കൊൽക്കത്തയിൽ തുടങ്ങുന്ന ക്യാമ്പിലേക്ക് 29 താരങ്ങളെ തിരഞ്ഞെടുത്തു. മത്സരങ്ങൾ ജൂലൈ 9-നും 12-നും മ്യാൻമറിൽ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം പരിശീലകരായി ഗൗതം ഗംഭീറിനെയും WV രാമനെയും നിയമിക്കുമെന്ന് റിപ്പോർട്ട്. ഗംഭീറിനെ മുഖ്യ പരിശീലകനായും WV രാമനെ ബാറ്റിംഗ് കോച്ചായും നിയമിച്ചേക്കും. രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിൽ BCCI. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ ലോകത്തിലെ ഏറ്റവും മികച്ച ക്ലബ്ബാക്കി മാറ്റുമെന്ന് പുതിയ ഉടമ ജിം റാറ്റ്ക്ലിഫ്. റയൽ മാഡ്രിഡ് ഇന്ന് നിൽക്കുന്ന സ്ഥാനത്തെത്തിക്കും. 2013-ൽ ഫെർഗ്യൂസൺ ടീം വിട്ടതിനു ശേഷം ട്രാൻസ്ഫറുകളിൽ യുണൈറ്റഡ് പരാജയമാണെന്നും വിമർശനം. പാരീസ് ഒളിമ്പിക്സിനുള്ള മുന്നൊരുക്കവുമായി ഇന്ത്യൻ ഹോക്കി ടീം. ഇന്ന് തുടങ്ങുന്ന ക്യാമ്പിലേക്ക് 27 താരങ്ങളെ പ്രഖ്യാപിച്ചു. ജൂലൈ 8 വരെ ബംഗളൂരുവിൽ പരിശീലനം. മലയാളി ഗോൾ കീപ്പർ PR ശ്രീജേഷും ടീമിൽ. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഡേവിഡ് ജോൺസൺ കെട്ടിടത്തിൽ നിന്ന് വീണ് മരിച്ചു. അപകടം നടന്നത് ബഹുനില കെട്ടിടത്തിന്റെ 4-ാം നിലയിൽ നിന്ന് വീണെന്ന് പ്രാഥമിക നിഗമനം. ഇന്ത്യക്കായി കളിച്ചത് 1996-ലെ 2 ടെസ്റ്റ് മത്സരങ്ങൾ.
ശ്രദ്ധേയമായത് ഓസീസിനെതിരെ മണിക്കൂറിൽ 157.8 കിലോമീറ്റർ വേഗതയിൽ പന്തെറിഞ്ഞത്. ലോക 1 നമ്പർ താരം മാഗ്നസ് കാൾസനെ തോൽപ്പിച്ചതിൽ മനസ്സ് തുറന്ന പ്രജ്ഞാനന്ദ. 3-ാം റൗണ്ടിൽ കാൾസനെ നേരിടേണ്ടി വരുമെന്ന് കണക്ക് കൂട്ടിയിരുന്നു. മത്സരത്തിൽ ലഭിച്ച മികച്ച തുടക്കം ഗുണം ചെയ്തു. നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിലാണ് പ്രജ്ഞാനന്ദ കാൾസനെ കീഴടക്കിയത്. 2-ാം നമ്പർ കരുവേനെയും പ്രജ്ഞാനന്ദ വീഴ്ത്തിയിരുന്നു. ബോളിവുഡ് താരം സണ്ണി ഡിയോളിന്റെ 100ാം സിനിമ പ്രഖ്യാപിച്ചു. മൈത്രി മൂവി മേക്കേഴ്സ് പീപ്പിൾ മീഡിയ ഫാക്ടറി എന്ന ബാനറിൽ ഗോപിചന്ദ് മാലിനേനി സംവിധാനം ചെയ്യുന്ന SDGM ആണ് താരത്തിന്റെ പുതിയ സിനിമ. ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കുക ജൂൺ 22-ന്. SDGM ഗോപിചന്ദ് മാലിനേനിയുടെ ആദ്യ ബോളിവുഡ് ചിത്രം. ഉർവശിയുടെ പുതിയ ചിത്രം ഉള്ളൊഴുക്കിന്റെ പ്രിവ്യൂ കാണാനെത്തി മകൾ കുഞ്ഞാറ്റ. ചാനൽ റിപ്പോർട്ടറുമായുള്ള കുഞ്ഞാറ്റയുടെ സംസാരം സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നു. സിനിമയിൽ അഭിനയിക്കുവാൻ തനിക്ക് താല്പര്യമുണ്ടെന്നും സിനിമയാണ് ആഗ്രഹമെന്നും കുഞ്ഞാറ്റ. കനേഡിയൻ നടൻ ഡൊണാൾഡ് സദർലാൻഡ് അന്തരിച്ചു. അസുഖബാധിതനായി ചികിത്സയിലിരിക്കെയാണ് മരണം. ദി ഹങ്കർ ഗെയിംസ്, ഡോണ്ട് ലുക്ക് നൗ തുടങ്ങിയ 200ഓളം സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട് ഡൊണാൾഡ്. ബോയിംഗ് സ്റ്റാർലൈൻ പേടകം തിരിച്ചിറക്കുന്നത് വൈകും. പേടകം തിരിച്ചിറക്കുന്നത് ജൂൺ 26-ലേക്ക് മാറ്റിയതായി നാസ. പേടകം തിരിച്ചിറക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് തിരിച്ചിറക്കൽ തീയതി മാറ്റിവെച്ചത്. കേരളത്തിൽ നിന്ന് ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഏറ്റവും മൂല്യമേറിയ സ്ഥാപനമെന്ന നേട്ടം ഇനി ഫാക്ടിന്. കൊച്ചി ആസ്ഥാനമായ കേന്ദ്ര പൊതുമേഖലാ വളം നിർമ്മാണശാലയാണ് ഫാക്ട്. ഫാക്ട് ഈ നേട്ടം സ്വന്തമാക്കിയത് ഓഹരി വില 20% മുന്നേറിയതിനു ശേഷം. അപ്പർ സർക്യൂട്ടിൽ എത്തിയതോടെ കമ്പനിയുടെ വിപണി മൂല്യം 70,000 കോടി രൂപയും ഓഹരി വില 1000 രൂപയും ഭേദിക്കുന്നത് ഇതാദ്യമായി. മിഡ് സൈസ് SUV ലൈനപ്പ് ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി അമേരിക്കൻ വാഹന നിർമ്മാതാക്കളായ ജീപ്പ് പദ്ധതിയിടുന്നത് സിട്രോണിന്റെ C-ക്യൂബ്ഡ് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് പുതിയ കോമ്പാക്ട് SUV അവതരിപ്പിക്കുവാൻ. ജീപ്പിന്റെ പുത്തൻ പതിപ്പ് ഇന്ത്യയിലെത്തുന്നത് 2026ഓടെയാണ്. വണ്ടിയുടെ ഓൺ റോഡ് വില 15 മുതൽ 20 ലക്ഷം വരെയാകുമെന്ന് പ്രതീക്ഷ. ഉപഭോക്താക്കൾക്കായി വില വൻതോതിൽ വെട്ടിക്കുറച്ച് ചെക്ക് വാഹന ബ്രാൻഡായ സ്കോഡ ഇന്ത്യ. വില കുറച്ചത് ജനപ്രിയ മോഡലുകളായ സ്ലാവിയ, കുഷാക്ക് മോഡലുകൾക്ക്. സ്ലാവിയയ്ക്ക് 94,000 രൂപയും കുഷാക്കിന് 2,19,000 രൂപയുമാണ് കുറച്ചത്. വില കുറച്ചത് വിപുലമായ ശ്രേണിയിലെ വണ്ടികൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കാനെന്ന് സ്കോഡ. ഓഫർ പരിമിത കാലത്തേക്ക് മാത്രമെന്നും കമ്പനി. സ്കോഡയുടെ കോഡിയാക്ക് 2ാം തലമുറയെ ഇന്ത്യയിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങി കമ്പനി. കോഡിയാക്ക് എത്തുന്നത് യാത്രക്കാർക്ക് കൂടുതൽ ക്യാബിൻ, ബൂട്ട് സ്പേസും ലഭിക്കുന്ന രീതിയിലുള്ള ഇന്റീരിയറുമായി. ഇന്റീരിയറിലും ഫീച്ചറുകളിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നും കമ്പനി. ഇലക്ട്രിക് വാഹനങ്ങൾക്ക് വീണ്ടും സബ്സിഡി നൽകാനൊരുങ്ങി കേന്ദ്ര സർക്കാർ. സർക്കാർ പുനരാരംഭിക്കുന്നത് ഹൈബ്രിഡ് ഇലക്ട്രിക് വാഹനങ്ങളുടെ ഫാസ്റ്റർ അഡോപ്ഷൻ ആൻഡ് മാനുഫാക്ചറിംഗ് പദ്ധതി. ഇതിനായി വകയിരുത്തുന്നത് 10,000 കോടി രൂപയാണ്. തീരുമാനം മാറ്റിയത് EV വാഹനങ്ങളുടെ വിൽപ്പനയിലെ ഇടിവ് മൂലം. സബ്സിഡി വരുന്നതോടെ EVയുടെ വില വീണ്ടും കുറയാൻ സാധ്യത. തദ്ദേശീയമായി ഇന്ത്യയിൽ തന്നെ EVയുടെ ബാറ്ററികൾ നിർമ്മിക്കാനൊരുങ്ങി മഹീന്ദ്ര. ഇതിനായി ആഗോള കമ്പനികളുമായി സഹകരിക്കുമെന്നും മഹീന്ദ്ര ഗ്രൂപ്പ് MD അനീഷ. തദ്ദേശീയമായി ബാറ്ററികൾ ഉൽപ്പാദിപ്പിക്കുന്നതിലൂടെ EV ഡിമാൻഡിൽ വൻ കുതിച്ചുചാട്ടമുണ്ടാകുമെന്ന അനീഷ. 2027ഓടെ മഹീന്ദ്രയുടെ പോർട്ട്ഫോളിയോ 20 മുതൽ 30% വരെയാക്കുമെന്നും കമ്പനി. വീഡിയോ കോളിൽ ഓഗ്മെന്റഡ് റിയാലിറ്റി ഫീച്ചറുകൾ അവതരിപ്പിക്കാൻ ഒരുങ്ങി വാട്സപ്പ്. വാട്സപ്പ് ഫീച്ചർ ട്രാക്കിംഗ് വെബ്സൈറ്റായ വാബിറ്റോ ഇൻഫോയാണ് പുതിയ AR ഫീച്ചറുകളുടെ വരവ് റിപ്പോർട്ട് ചെയ്തത്. വാട്സപ്പ് കോളുകളിൽ ഇഫക്റ്റുകൾ ഉപയോഗിക്കാനും ഫിൽറ്ററുകൾ ഉപയോഗിക്കാനും ഇതുവഴി സാധിക്കും.
കോളേജ് തുറക്കലുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്കായി ബാക്ക് ടു ക്യാമ്പസ് ക്യാമ്പയിൻ ആരംഭിച്ച് ഫ്ലിപ്കാർട്ട്. ഓഫർ പ്രഖ്യാപിച്ചിരിക്കുന്നത് ജൂൺ 21 മുതൽ 27 വരെയാണ്. ക്യാമ്പയിനിൽ ലാപ്ടോപ്പുകൾ, ടാബ്ലറ്റുകൾ, ഗെയിമിംഗ് കൺസോളുകൾ, സ്മാർട്ട് വാച്ചുകൾ, ഇയർഫോണുകൾ, ഹെഡ്ഫോണുകൾ എന്നിവയുണ്ട്. ലാപ്ടോപ്പുകളുടെ എക്സ്ചേഞ്ച്, സൂപ്പർ കോയിനുകൾ, നോ കോസ്റ്റ് EMI, ക്യാഷ് ഓൺ ഡെലിവറി, UPI, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡുകളിലും ഓഫർ. ലോകത്തിലെ മൂന്നാമത്തെ വലിയ ആഭ്യന്തര എയർലൈൻ വിപണിയായി ഇന്ത്യ. ഒരു ദശാബ്ദത്തിനുള്ളിൽ ഇന്ത്യ കരസ്ഥമാക്കിയത് ഇരട്ടി വളർച്ചയാണ്. ഇന്ത്യയുടെ കുതിപ്പിന് പിന്നിൽ ഇൻഡിഗോ, ആദ്യ 2 സ്ഥാനങ്ങളിൽ US-ഉം ചൈനയും. ദക്ഷിണ കൊറിയൻ അതിർത്തിക്കടുത്തുള്ള പല സ്ഥലങ്ങളിലും ഉത്തര കൊറിയ മതിൽ പണിയുന്ന ചിത്രങ്ങൾ പുറത്ത്. പുതിയ ഉപഗ്രഹ ചിത്രങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇത് ദക്ഷിണ കൊറിയയുമായുള്ള ദീർഘകാല ഉടമ്പടിയുടെ ലംഘനമാണെന്ന് നിരീക്ഷകർ പറയുന്നു. മാനന്തവാടിയിൽ മനുഷ്യ വന്യജീവി സംഘർഷം മൂലമുള്ള വിളനാശം ലഘൂകരിക്കാൻ സൗരോർജ്ജ വേലി പദ്ധതിയുമായി കൃഷിവകുപ്പ്. കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ കൃഷി വികാസ് യോജനയിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്. പദ്ധതിയുടെ 60% കേന്ദ്ര വിഹിതവും 40% സംസ്ഥാന വിഹിതവുമാണ്. കൊല്ലം ചടയമംഗലത്ത് യുവാവിനെ ആക്രമിച്ച് പണവും മൊബൈലും കവർന്നവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ചടയമംഗലം സ്വദേശികളായ ഷാൻ, ഗീതാവിലാസത്തിൽ രതീഷ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ജില്ലാ ശിശുക്ഷേമ സമിതി നടപ്പിലാക്കുന്ന പഠനമിത്രം പദ്ധതിക്ക് തുടക്കമായി. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ ലഭ്യമാക്കുന്ന പദ്ധതിയാണ് പഠനമിത്രം. കൊല്ലം ജില്ലാതല ഉദ്ഘാടനം കലക്ടർ N. ദേവിദാസ് പട്ടത്താനം സ്കൂളിൽ നിർവഹിച്ചു. കുട്ടികൾ തന്നെ കൂടെയുള്ളവരെ സഹായിക്കുന്നതിന് മുൻകൈ എടുക്കുന്നത് സമൂഹത്തിലെ അനുകരണീയ മാതൃകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. ISROയുമായി ചേർന്ന് ഇന്ത്യൻ ബഹിരാകാശ യാത്രികർക്ക് പരിശീലനം നൽകാനൊരുങ്ങി നാസ. പുതിയ ബഹിരാകാശ ദൗത്യത്തിന്റെ ഭാഗമായാണ് പരിശീലനം. നാസ ജോൺസൺ സ്പേസ് സെന്ററിലാണ് പരിശീലനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാസയും ISROയും ഒന്നിച്ച് നടത്തുന്ന ആദ്യത്തെ മിഷനാണിത്. കൊല്ലം ജില്ലയിൽ ബ്രൂസലോസിസ് രോഗപ്രതിരോധ കുത്തിവയ്പ് ക്യാമ്പുകൾക്ക് തുടക്കം. പ്രതിരോധ മരുന്ന് നൽകുന്നത് 4 മുതൽ 8 മാസം വരെ പ്രായമുള്ള പശു എരുമക്കിടാങ്ങൾക്ക്. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന രോഗമാണ് ബ്രൂസലോസിസ്. തൃശൂർ കയ്പമംഗലം 3 പീടികയിൽ ഹോട്ടലിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം നടത്തിയവർ അറസ്റ്റിൽ. അറസ്റ്റിലായത് ബീഹാർ സ്വദേശികളായ ഇല്യാസ് ഷെയ്ഖ്, പർവേഷ് മുഷറഫ് എന്നിവർ. തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് ടീമും കയ്പമംഗലം പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു. പ്രതികളിൽ നിന്ന് 250 ഗ്രാമോളം കഞ്ചാവ് പിടിച്ചെടുത്തു. ചാലക്കുടി പാപ്പാളി അപകട ക്രോസിംഗിൽ പ്രവേശനം തടഞ്ഞ് വഴി അടച്ചുകെട്ടിയത് പനമ്പിള്ളി കോളേജ് ഭാഗത്ത് നിന്നുള്ള പ്രവേശനം. നടപടി ദേശീയപാത ഗതാഗത പരിഷ്കരണങ്ങളുടെ ഭാഗമായി. താൽക്കാലികമായ നടപടിയാണെന്നും സ്ഥിരം സംവിധാനങ്ങളിലേക്ക് ഉടൻ മാറുമെന്നും ദേശീയപാത ഉദ്യോഗസ്ഥർ അറിയിച്ചു. UPയിൽ 20 വയസ്സുകാരനെ കബളിപ്പിച്ച് അനസ്തേഷ്യ നൽകി മയക്കി ജനനേന്ദ്രിയം നീക്കം ചെയ്ത് സുഹൃത്ത്. അസുഖബാധിതനാണെന്ന് നുണ പറഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ബോധം വന്നപ്പോൾ താൻ ഇനി മുതൽ ആണല്ല പെണ്ണാണെന്ന് പറഞ്ഞതായും യുവാവ്. പുരുഷനിൽ നിന്ന് സ്ത്രീയാക്കിയ തന്റെ കൂടെ ഇനി ജീവിക്കണമെന്നും സുഹൃത്തിന്റെ ഭീഷണി.